ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിങ്കൻ്റെ കല്യാണ വീഡിയോ ആണ്. അപ്പോൾ അവിടെ പോകുന്നതും ഡിങ്കൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കണേ. അപ്പോൾ ഇസ്മക്കുട്ടി രാവിലെ എണീറ്റ് വന്നിട്ടുള്ളൊരു ഞെരിപിരി കൊള്ളലാണത്. അപ്പോൾ അവളൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ചായ കുടിക്കാനായിട്ടിരുന്നു. അപ്പോൾ നമുക്ക് ദോശയും തലേ ദിവസത്തെ മീൻ കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ദോശയൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ ഇസ്മക്കുട്ടിക്ക് കൊടുത്തു. പിന്നെ അവളെ കുളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയി. അതിനുശേഷം ഞാനും റെഡി ആവാനായിട്ട് പോയി കേട്ടോ. പിന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഉപ്പാക്കി തരാമെന്ന് പറഞ്ഞു. ഈ വെഡ്ഡിങ് നടക്കുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ബസ് കയറി കേട്ടോ. അപ്പോൾ ബീവിപ്പടി അൽത്തമാം കൺവെൻഷൻ സെൻ്ററാണ് ഇവിടുത്തെ വെഡ്ഡിങ് വരുന്നത്. അത്യാവശ്യം ദൂരമുണ്ട്, എന്തായാലും അരമണിക്കൂർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനവിടെ എത്തിയതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വരാനുണ്ട് കേട്ടോ, ആജ്ഞ. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അവൾ വന്നതിന് ശേഷം കയറാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം, ഇവിടെ വെച്ചിട്ടാണ് വെഡ്ഡിങ് നടക്കുന്നത്. അപ്പോൾ ഞാനും ആഗ്നിയും കൂടിയിട്ട് അങ്ങനെ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഐശ്വര്യ, ഷിമിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വെഡ്ഡിങ് ഫോട്ടോ അല്ല, ഒരു ഇങ്ങനെ പെയിൻറ് ചെയ്ത പോലത്തെ ഒരു ഫോട്ടോ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ വെൽക്കം ഡ്രിങ്ക് നമുക്ക് ഇങ്ങനെ ലൈവ് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓറഞ്ച്, പിന്നെന്താ ചക്കരമത്ത, അങ്ങനത്തെ എല്ലാ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഡിങ്കനോട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യ എന്നാണ് അവളുടെ പേര്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ഡിങ്ക എന്ന് വിളിക്കും. അപ്പോൾ അവളുടെ ഓമന പേരാണ് ഡിങ്കൻ. അപ്പോൾ അവളുടെ വെഡ്ഡിങ്ങാണ്, ഞങ്ങളുടെ ടീമിൽ അവസാനത്തെ ആളാണ് ഡിങ്കൻ. അവളുടെ വെഡ്ഡിങ്ങാണ് ഇന്ന്. ഇതോടുകൂടി കലാശക്കൊട്ട് അവസാനിക്കുകയാണ്. ലാസ്റ്റ് വെഡ്ഡിങ് അവളുടെയാണ്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നൊരു തിരക്കാണ്. ഞങ്ങളവളെ കണ്ടൊരു ഹായ് ഒക്കെ പറഞ്ഞ് അപ്പോഴേക്കും എൻ്റെയും ആഗ്നയുടെയും മോളിവിടെ സെറ്റായിട്ട് അവർ കൂട്ടുകാരികളായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, താലികെട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇരുന്നാൽ നല്ല ലൈവായിട്ട് താലികെട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവളവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ടീമിൽ കുറച്ച് ആൾക്കാരൊന്നും വന്നിട്ടില്ല, ക്ലാസ് ഉള്ളവരും പിന്നെ വർക്ക് ചെയ്യണവരും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല. രണ്ടാളും കൂടി വരാനുണ്ട്, അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും ആഗ്നയും കൂടിയിട്ട് ഫ്രണ്ടിലോട്ട് പോയി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ലൈവായിട്ട് കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സ്റ്റേജും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ എന്താണ് കെട്ടുമേള, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അല്ലേ, എന്താ പറയാതെ എനിക്കറിയില്ല. അപ്പോൾ അതിനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ പൂജാരി തന്നെയാണ്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എനിക്ക് ശരിക്കും നമുക്ക് അവരുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിങ്കൻ്റെ അച്ഛനും അമ്മയാണ്, ഐശ്വര്യയുടെ അച്ഛനും അമ്മയാണിത്. അങ്ങനെ ഈ കെട്ടുമേളൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഇസ്മക്കുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഷിമിത്ത് വരാനുള്ള ടൈം ആയിട്ടുണ്ട്. ഷിമിത്ത് എന്നാണ് ചെക്കൻ്റെ പേര്. അപ്പോൾ അതിന് മുന്നേ പൂജാരി ഇവിടെ എന്തോ പൂജകൾ അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷിമിത്തിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് താലം ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെയാണ് പിന്നെ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. താലമൊക്കെ കയ്യിലൊക്കെ പിടിച്ചിട്ട് കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ വരിയായിട്ടൊക്കെ പോയി ആദ്യം ഷിമിത്തിനെ വെൽക്കം ചെയ്ത് ഷിമിത്തിനെ നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റിയതിന് ശേഷമാണ് പിന്നെ ഐശ്വര്യ. അപ്പോൾ ഷിമിത്തിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഷിമിത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ പരമാവധി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ എനിക്ക് വലിയ ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ 2 ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ടായിരുന്നു, അക്ഷര പിന്നെ ഹിബ അവൻ്റെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവൾ കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ചെക്കൻ്റെ കൂടെ ബാക്കിലായിരുന്നു. അപ്പോൾ അതാ ഷിമിത്ത് വന്ന് ഷിമിത്തിനെ വെൽക്കൊക്കെ ചെയ്ത് സ്റ്റേജിലേക്ക് കയറ്റിയതിന് ശേഷമാണ് പിന്നെ ഐഷുവിനെ താലം കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, താലം തന്നെ പറയുക, അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ എടുത്തിട്ട് ഐഷു വരുന്നത്. ഫസ്റ്റ് ഷിമിത്ത് വന്നു. ഇങ്ങനെ കെട്ടുമേളം കാര്യങ്ങളൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ മുന്നേ ഇതുപോലെ ആഗ്നയുടെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിലും അതൊരു നോമ്പിൻ്റെ
സമയത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് വേഗം വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനോ ചടങ്ങുകളൊന്നും കാണാനൊന്നും പറ്റില്ല. നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ ഷിമിത്ത് അതാ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിങ്കൻ്റെ കല്യാണത്തിന് നമുക്ക് നേരത്തെ പോകണം, കാര്യങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ടീമിൽ അവസാനത്തെ ഒരു വെഡ്ഡിങ് കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഷിമിത്തൊക്കെ സ്റ്റേജിലേക്ക് കയറി. ഷിമിത്ത് അവിടെ സ്റ്റേജിൽ കയറി ഇരുന്നതിന് ശേഷം ഷിമിത്തിനെ കൈ പിടിച്ചിട്ട് സ്റ്റേജിൽ കയറ്റുന്നത് ഡിങ്കൻ്റെ അനിയനാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും അവളും പിന്നെ ഒരു അനിയനുമാണ്, 2 മക്കളാണുള്ളത്. അപ്പോൾ ഡിങ്കൻ എന്ന് പറയണത് ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്ക് പഠിച്ചതാണ്. 3 വർഷമാണെങ്കിലും ഡിങ്കൻ നമുക്കെല്ലാം പറയാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. നമുക്കെല്ലാം ഓപ്പണായിട്ട് നമുക്ക് എന്ത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് എന്താണ് ഒരു അഭിപ്രായം, അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റിയൊരു ഫ്രണ്ടാണ്. നമുക്കെല്ലാം ഓപ്പണായി സംസാരിക്കാൻ പറ്റിയ ആളാണ് കേട്ടോ ഡിങ്കൻ എന്ന് പറയണത്. അപ്പോൾ ഡിങ്കനെ സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് അവർ. അവളത് അങ്ങനെ വിളക്കും, പിന്നെ കുറേ കുട്ടികൾ താലപ്പൊലി അങ്ങനത്തെ പറയുക എനിക്കറിയില്ല, അതൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ കൂടെ വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഡിങ്കൻ്റെ മേക്കപ്പിനെ പറ്റി പറയുന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഡിങ്കൻ പൊതുവെ അങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ, സിമ്പിൾ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ കൂടെ തന്നെ പക്ഷേ ചെയ്യാത്ത ഒരാൾ ചെയ്തപ്പോൾ ബോറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു. സാരി ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓവർ വർക്കൊന്നും ഇല്ലാതെ സിമ്പിളും ആണ്, എന്നാൽ അത്യാവശ്യം വർക്കുണ്ട്. നല്ല രീതിയിലുള്ള ബ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാരിയും രസമുണ്ടായിരുന്നു, മേക്കപ്പും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ അങ്ങനെ വെൽക്കം ചെയ്തിട്ട് സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ രണ്ടുപേരും സ്റ്റേജിലോട്ടൊക്കെ കയറി എല്ലാവരോടും ഇങ്ങനെ നമസ്കാരമൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ പൂജാരി ഇങ്ങനെ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതും പിന്നെ ഈ അവരുടെ വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ നടുവിൽ നിന്നിട്ട് രണ്ടുപേരുടെയും കൈയൊക്കെ പിടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോ എന്താ ചെയ്യേണ്ടത്, താലി കെട്ടുന്ന രീതി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ താലി കെട്ടും, പിന്നെ മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇവരെല്ലാവരും
അങ്ങനെ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ കെട്ടുമേളത്തിൻ്റെ ആൾക്കാർ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ട്യൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അതിന് കർണാടക വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടാകൂ. ഇസ്മക്കുട്ടികൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇസ്മക്കുട്ടിക്ക് പേടിയായിട്ട് അവൾ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ നന്നായിട്ട് ഡാൻസ് കളിച്ച് അവർ ഭയങ്കര കമ്പനിയായിട്ട് രണ്ടുപേരും തമ്മിൽ അവർ ഭയങ്കര ഒരു കോംബോ ആയിട്ട് മാറി. ഡാൻസും ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക്. അങ്ങനെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഐഷുവിൻ്റെ ഒരു കസിൻ ഉണ്ട്, ഇന്ദു ചേച്ചി. ആ ചേച്ചിനെ കൊണ്ടാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് എടുപ്പിച്ചത് കേട്ടോ. അപ്പം ഞാൻ, ആഗു, ഹിബ, അക്ഷരയുടെ ഹസ്ബൻഡ്, പിന്നെ ഹിബയുടെ ഫാദറിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഈ ഒരു ഫോട്ടോയിലുള്ളത്. പിന്നെ മക്കളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഫോട്ടോ എടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഒരു ട്രിപ്പ് ഇരുന്ന് ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഇലയൊക്കെ ഇട്ട് കറികളും പപ്പടും പിന്നെ വെള്ളം, പിന്നെ ഒരുപാട് അവിയൽ. എനിക്ക് അത്രയൊക്കെ കറികൾ മാത്രമേ അറിയുള്ളൂ. അവിയൽ, അച്ചാറ്, പുളിയിഞ്ചി, പിന്നെന്താ ഒരു കൂട്ടുകറി, അങ്ങനെ എന്തോ, പിന്നെന്താ എന്തോ തോരനാ, അങ്ങനെ എന്തൊക്കെയോ. എനിക്ക് അത്ര കറികൾ മാത്രമേ ഇവരേലും അറിയുള്ളൂ. ബാക്കിയുള്ളൊന്നും പേരറിയില്ല. അങ്ങനെ പിന്നെ ഈ ചോറ്, പിന്നെ സാമ്പാർ, രസം, പിന്നെ മോര്, പപ്പടം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ചോറൊക്കെ ഇങ്ങനെ വിളമ്പാൻ ചേച്ചിമാരാണ് കേട്ടോ. സെയിം കളർ സാരിയൊക്കെ എടുത്തിട്ടുള്ള ചേച്ചിമാരാണ് നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ വിളമ്പി തരുന്നത്. അപ്പം അതിൽ പിന്നെ അതുപോലെ ഒരു അടിപൊളി സംഭവം ഉണ്ടായിരുന്നു. പൈനാപ്പിൾ പച്ചടിയാന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ മുന്തിരിയൊക്കെ ഇട്ടിട്ടിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനായിട്ട് ഞാൻ രണ്ടാമതും വാങ്ങിച്ച് കഴിച്ചു. അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് വന്നതിന് ശേഷം സാമ്പാർ വന്നു. പിന്നെ അതിന് ശേഷം മോര്, രസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഒരുപാട് കറികളുണ്ടായിരുന്നു. അപ്പോൾ ഇല കണ്ടാലറിയാം എത്രത്തോളം അടിപൊളി സദ്യയായിരുന്നു എന്ന്. പിന്നെ 2 കൂട്ട് പായസം ഉണ്ടായിരുന്നു, പാലടയും പരിപ്പും. പിന്നെ അതൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് ഡിങ്കനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ആഗ്ന ഉണ്ടായിരുന്നു. അവളങ്ങനെ നേരെ പോയി. ഞാനും ഇസ്മക്കുട്ടിയും ബസ്സിൽ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ ഉപ്പ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പാൻ്റെ കൂടെയാണ് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയത്. പോണ വഴി നമ്മൾ സദ്യയും പായസം കുടിച്ചപ്പോൾ തണുത്തത് എന്തെങ്കിലും കുടിക്കാനൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ നിന്ന് സർബത്ത് കുടിച്ചു. നന്നാരി സർബത്തും കുടിച്ച്. ഇപ്പോൾ സോഡ സർബത്താണ് കുടിച്ചത്. അവർക്കും വേറെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു നന്നാരി സർബത്തൊക്കെ കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആ പായസവും സദ്യ കഴിച്ചപ്പോൾ ഒരു മട്ടിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ ഈ ഒരു സോഡ നല്ല തണുത്ത് കുടിച്ചപ്പോൾ സൂപ്പർ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിങ്കൻ്റെ കല്യാണത്തിന് പോയ വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.